Good afternoon, dear students. Today we are discussed about what are the principles of cooperation. In the last days, we discussed about what is the meaning of cooperation, what are the features and objectives of cooperation. Today our topic is principles of cooperation. What is the meaning of principles? Principles means basis or it is a guidelines for the cooperation. അതായത് എങ്ങനെയായിരിക്കണം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോളോ ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഗൈഡ് ലൈൻസിനെ വിളിക്കുന്ന പേരാണെന്ത്? പ്രിൻസിപ്പിൾസ്. അത്തരത്തിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോം ചെയ്യേണ്ട അല്ലെങ്കിൽ ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു കോപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുമായി റിലേറ്റഡ് ആയിട്ട് പഠിക്കേണ്ട പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രധാനമായിട്ടും പ്രിൻസിപ്പിൾസിനെ നമുക്ക് 4 സ്റ്റേജുകളിലൂടെയാണ് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾ, ഇൻ്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് ഓർ ICA പ്രിൻസിപ്പിൾ, കാർവേ കമ്മിറ്റി ഓൺ കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ, കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ബൈ ICA in 1995. ഫസ്റ്റ് വൺ ഈസ് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ്. എന്താണ് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നതിന് മുന്നേ നമുക്കതിൻ്റെ ഒരു ഹിസ്റ്ററി ഒന്ന് നോക്കാം. അതായത് നമുക്കറിയാം, ഈ കോഓപ്പറേഷൻ എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഇംഗ്ലണ്ടിലാണ്. പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലാണ് ആദ്യമായിട്ട് ഇത്തരത്തിലൊരു ഫസ്റ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്തിരിക്കുന്നതും ഇംഗ്ലണ്ടിലാണ്. 1844 ഇംഗ്ലണ്ടിലെ റോക്ക്ഡെയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യത്തെ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടായത്. ആ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്തിരിക്കുന്നത് റോക്ക്ഡെയിൽ പൈനോയ്സ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ, ഈ റോക്ക്ഡെയിൽ പൈനോയ്സ് അന്ന് ഫോം ചെയ്തിരിക്കുന്ന ആ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി അറിയപ്പെടുന്നത് റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനോയ്സ് സൊസൈറ്റി എന്ന പേരിലാണ്. അതൊരു കൺസ്യൂമർ സൊസൈറ്റി ആയിരുന്നു. പ്രത്യേകിച്ച് വ്യൂവേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിന് മുകളിലാണ് അന്ന് ആ ഒരു സൊസൈറ്റി അവർ ഫോം ചെയ്തത്. പുതിയ യന്ത്രങ്ങളുടെയും മറ്റും കണ്ടുപിടുത്തം വ്യൂവേഴ്സിനെ സംബന്ധിച്ച് അവരുടെ ജോലി നഷ്ടമാകാനും അതുപോലെ തന്നെ അവരുടെ പലതരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടാനും കാരണമായി. അത്തരൊരു സിറ്റുവേഷനിൽ 28 വ്യൂവേഴ്സ് ചേർന്ന് സംഘടിച്ചുകൊണ്ടാണ് അന്നൊരു സംഘടന അവർ രൂപീകരിക്കുകയുണ്ടായത്. പ്രധാനമായിട്ടും ആ സംഘടന ഉണ്ടാക്കിയിരിക്കുന്നത് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് വ്യൂവേഴ്സ് കമ്മ്യൂണിറ്റിയാണ്. വ്യൂവേഴ്സിൻ്റെ ബെനിഫിറ്റ് അല്ലെങ്കിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൻ്റെ മുകളിലാണ് അന്ന് റോക്ക്ഡെയിൽ അത്തരത്തിലൊരു സൊസൈറ്റി അവർ ഫോം ചെയ്തത്. ആ സൊസൈറ്റിയുടെ പേരാണ് റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനിയേഴ്സ് സൊസൈറ്റി. ഇതാണ് ലോകത്തിലെ ആദ്യത്തെ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു റോക്ക്ഡെയിൽ സൊസൈറ്റി അന്ന് അവർ ഫോം ചെയ്ത സമയത്ത് അവർ ഫോളോ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അവർ ഫോം ചെയ്തിരിക്കുന്ന കുറച്ച് പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാണ് പ്രിൻസിപ്പിൾസ് എന്ന് നമുക്ക് നോക്കാം. ഓപ്പൺ മെമ്പർഷിപ്പ്. എന്താണ് ഈ ഓപ്പൺ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു സൊസൈറ്റി, ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് നോ ഡിസ്ക്രിമിനേഷൻ റിലേറ്റഡ് ടു ഏജ് ഓർ ഇൻകം ലെവൽ, അതായത് ഇൻകം ലെവലിനെ ബേസ് ചെയ്തുകൊണ്ടോ ഏജ് ലെവലിനെ ബേസ് ചെയ്തുകൊണ്ടോ മറ്റെന്തെങ്കിലും ബേസ് ചെയ്തുകൊണ്ടോ യാതൊരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ഈ ഒരു സൊസൈറ്റിയിൽ ഇല്ല എന്നുള്ളതാണ്. ഈ ഒരു സൊസൈറ്റിയിൽ ആർക്ക് വേണമെങ്കിലും മെമ്പർഷിപ്പ് എടുക്കാനുള്ള ഫ്രീഡം ഉണ്ട് എന്നുള്ളതാണ്. ആളുകളെ പല രീതിയിൽ വേർതിരിച്ച് കാണുന്ന ഒരു രീതി എവിടെയില്ല ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇല്ല എന്നുള്ളതാണ്. അതാണ് ഓപ്പൺ മെമ്പർഷിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഡെമോക്രാറ്റിക് കൺട്രോളാണ്. ഓൾറെഡി നമ്മൾ ഈ ഒരു കോർപ്പറേഷൻ്റെ ഫീച്ചേഴ്സ് പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലൊരു ഡെമോക്രാറ്റിക് മാനേജ്മെൻ്റ് ആണ് ഉള്ളത്. അതായത് ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്ന മെമ്പേഴ്സ് തന്നെയാണ് ആ സ്ഥാപനം എന്ത് ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത്, അല്ലേ? ഒരു തൊഴിലാളി എന്നോ മുതലാളി എന്നോ ഉള്ളൊരു വേർതിരിവ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ പഠിച്ചു. 1 man 1 വോട്ടാണ്, എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ പഠിച്ചു. ഇത്തരത്തിലുള്ള സൊസൈറ്റിയിലെ സുപ്രീം അതോറിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് ജനറൽ ബോഡിയെ വിശേഷിപ്പിക്കാം. അതായത് ഇവിടുത്തെ സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ്. അതുപോലെ ഡേ ടു ഡേ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നത്, ഡിസിഷൻസ് എടുക്കുന്നതൊക്കെ ആ ഒരു സ്ഥാപനത്തിൻ്റെ ബോർഡ് മെമ്പേഴ്സ് തന്നെയാണ്.
അതാണ് ഡെമോക്രാറ്റിക് കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മെമ്പേഴ്സ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, കൺട്രോളും ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ. ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സാധാരണ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. എന്നാൽ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞത് സർവീസ് ആണ്, അല്ലേ? സെക്കൻഡ് പ്രയോറിറ്റി മാത്രമേ അവർ എന്തിനു കൊടുക്കുന്നുള്ളൂ? പ്രോഫിറ്റിന് കൊടുക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ പ്രോഫിറ്റിൻ്റെ ഒരു നിശ്ചിത ഭാഗം അവർ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. ബാക്കിയുള്ളത് അവിടെയുള്ള മെമ്പേഴ്സിന് തന്നെ എന്ത് ചെയ്യാണ്? ഈക്വലായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് പാട്രണേജ് ഡിവിഡൻഡ് ആണ്. എന്താണ് ഈ പാട്രണേജ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡിവിഡൻഡ് മീൻസ് പ്രോഫിറ്റ്, അല്ലേ? ഈ പ്രോഫിറ്റ് ഷെയർ വാങ്ങുന്ന ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഒരു റിട്ടേണിനെ നമ്മൾ എന്തെന്ന് പറയും? ഡിവിഡൻഡ് എന്ന് പറയും. ആ രീതിയിൽ ഈ ഒരു സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ലാഭം ഡിവിഡൻഡ് എന്ന രീതിയിൽ അവിടെയുള്ള ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ മെമ്പേഴ്സിന് എന്ത് ചെയ്ത് കൊടുക്കാറുണ്ട്? ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരിക്കലും എന്തിനെ ബേസ് ചെയ്തുകൊണ്ടല്ല, നോട്ട് ഓൺ ദ ബേസിസ് ഓഫ് ദി ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. ഓരോരുത്തരും എത്ര ഷെയർ വാങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര ഷെയർ ക്യാപിറ്റലാണ് അവർ സൊസൈറ്റിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അതിനെ ബേസ് ചെയ്തുകൊണ്ടല്ല എന്ത് ചെയ്യുന്നത്? പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് എന്നുള്ളതാണ് പാട്രണേജ് ഡിവിഡൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ക്യാഷ് ട്രേഡിംഗ് ആണ്. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ക്യാഷ് ട്രേഡിംഗ് ആണ് നടക്കുന്നത്, ഒരിക്കലും ക്രെഡിറ്റ് ട്രേഡിംഗ് ഇല്ല എന്നുള്ളതാണ്. അതായത് ഫ്യൂച്ചറിൽ ബാഡ് ഡെപ്ത് പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് എവിടെ നടക്കാറില്ല? കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ നടക്കാറില്ല. ക്യാഷ് ട്രേഡിംഗ് മാത്രമേ ഇവിടെ നടക്കാറുള്ളൂ എന്നുള്ളതാണ്. ദെൻ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി. അതായത് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതൊരിക്കലും ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടീസിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്പെഷ്യൽ റിലീജിയസിനോ പ്രയോറിറ്റി കൊടുത്തുകൊണ്ടല്ല എന്ത് പ്രവർത്തിക്കുന്നത്? ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. അത് സ്വതന്ത്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ടത്. അതാണ് പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിളിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ. നമുക്കറിയാം ഒരു സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിന് വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് എന്ത്? എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ ഒരു കോർപ്പറേഷൻ്റെ അല്ലെങ്കിൽ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു പ്രധാന പ്രിൻസിപ്പിൾ തന്നെയാണ് എന്തെന്ന് പറയുന്നത്? പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ടു മെമ്പേഴ്സ്, പ്രൊവൈഡ് ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ദിസ് കോർപ്പറേഷൻ, കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രിൻസിപ്പിൾസ് എക്സെട്ര ടു ദി മെമ്പേഴ്സ്, ഓഫീസ് ബെയറേഴ്സ് ഓർ സൊസൈറ്റി. ആ സൊസൈറ്റിയിലുള്ള മെമ്പേഴ്സിനും അവിടെ വർക്ക് ചെയ്യുന്ന മറ്റു ഓഫീസ് ബെയറേഴ്സിനും അതേപോലെ തന്നെ സൊസൈറ്റിയിലുള്ള ആളുകൾക്കും എന്താണ് കോർപ്പറേഷൻ, എങ്ങനെയായിരിക്കണം ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിക്കുന്നത്, എന്തൊക്കെയാണ് അവർ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും അതിൻ്റെ ഒരു പ്രധാന പ്രിൻസിപ്പിളായിട്ട് നമുക്ക് പറയാം. നെക്സ്റ്റ് വൺ ഈസ് സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടേഡ് ഗുഡ്സ് ആണ്. അതായത് ഈ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ പബ്ലിക്കിലേക്ക് കൺസ്യൂമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം? പ്യുവർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം. അത് അഫോർഡബിൾ പ്രൈസിൽ എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന രീതിയിൽ വളരെ കുറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് ഗുഡ്സ് അവർ എന്ത് ചെയ്യുന്നത്? കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത്. അത് ക്വാളിറ്റിയുള്ള ഗുഡ്സ് ആയിരിക്കണം, പ്യുവർ ആയിരിക്കണം, യാതൊരു വിധത്തിലുള്ള അഡൾട്രേഷൻസോ ഉണ്ടാവില്ല, ഇത്തരത്തിലുള്ള ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഗുഡ്സിൽ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും നമ്മളുടെ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസിൽ പറയുന്നത്. ഇനി നമ്മളുടെ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് ഓർ ICA പ്രിൻസിപ്പിൾസ് ആണ്. എന്താണ് ഈ ICA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് എൻ ഇൻ്റർനാഷണൽ ബോഡിയാണ്. ഇതൊരു ഇൻ്റർനാഷണൽ ബോഡിയാണ്. ICA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ബോഡി? ദിസ് ഇസ് സെറ്റ് ഫോർ ദി പ്രൊമോഷൻ ഓഫ് കോഓപ്പറേറ്റീവ് ഐഡിയാസ്, കോഓപ്പറേറ്റീവ് ഐഡിയാസ് പ്രൊമോട്ട് ചെയ്യുക ആൻഡ് സ്പ്രെഡിങ് ദ കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അറൗണ്ട് ദ വേൾഡ്. അതായത് ലോകത്തെമ്പാടും ഈ കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്യുക? സ്പ്രെഡ് ചെയ്യുക, കോഓപ്പറേറ്റീവ് ഐഡിയാസ് എല്ലാവരിലേക്കും എത്തിക്കുക, അതിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിന് മുകളിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻ്റർനാഷണൽ ബോഡിയാണ് ICA എന്ന പേരിൽ അറിയപ്പെടുന്നത്.
നമ്മൾ ഓൾറെഡി പഠിച്ച റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ആ സെയിം പ്രിൻസിപ്പിൾസ് തന്നെയാണ് ICAയിലും വരുന്നത്. പ്രത്യേകിച്ചൊരു ചേഞ്ചസ് അതിൽ വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ICA പ്രിൻസിപ്പിൾസിലുള്ള ഒരു ചെറിയ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവർ ഈ പ്രിൻസിപ്പിൾസിനെ, അതായത് 8 പ്രിൻസിപ്പിൾസിനെ രണ്ടായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആദ്യത്തെ 4 പ്രിൻസിപ്പിൾസിനെ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് എന്നും അവസാനത്തെ 4 പ്രിൻസിപ്പിൾസിനെ നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് എന്നും രണ്ടായി ക്ലാസിഫൈ ചെയ്തു എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ICA പ്രിൻസിപ്പിൾസിനും റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസിനും ഉള്ളത്. ബാക്കിയെല്ലാം സെയിം ആണ്, യാതൊരു ചേഞ്ചസും അതിലവർ വരുത്തിയിട്ടില്ല. ഓക്കെ, ഈ 8 പ്രിൻസിപ്പിൾസും ഓൾറെഡി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്. നെക്സ്റ്റ് തേർഡ് വൺ ഈസ് കാർവേ കമ്മിറ്റി ഓൺ കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. അതായത് ഈ കാർവേ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ 1964 സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കമ്മിറ്റിയാണ് കാർവേ കമ്മിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏകദേശം 5 നാഷനുകൾ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട്, അതായത് USA, UK, USSR, ജർമ്മനി, ഇന്ത്യ ഉൾപ്പെടുന്ന 5 നാഷൻസ്, 5 കൺട്രീസ് റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഏത്, കാർവേ കമ്മിറ്റി. അതിൻ്റെ ചെയർമാൻ DJ കാർവേ, ഇന്ത്യക്കാരനായിട്ടുള്ള DJ കാർവേ ആണ് ഈ ഒരു കമ്മിറ്റിയുടെ ചെയർമാൻ. ഇവർ 1964 ഈ ഒരു കമ്മിറ്റി ഫോം ചെയ്തത്. 1966 ഇവരുടെ ആദ്യത്തെ റിപ്പോർട്ട് അവർ പബ്ലിഷ് ചെയ്യുകയുണ്ടായി. ആ റിപ്പോർട്ടിലാണ് ഇവർ 6 കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് റെക്കമെൻഡ് ചെയ്തത്. അത്തരത്തിൽ കാർവേ കമ്മിറ്റി പബ്ലിഷ് ചെയ്തിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്ന 6 പ്രിൻസിപ്പിൾസുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ 5 പ്രിൻസിപ്പിൾസും ഓൾറെഡി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്. ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്, ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഇതിനുള്ളൂ. ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഓപ്പൺ ആണ്, ആർക്ക് വേണമെങ്കിലും ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. വോളണ്ടറി മെമ്പർഷിപ്പാണ്, ഒരിക്കലും അതായത് സ്വമേധയാ സ്വന്തം ഇഷ്ടപ്രകാരം താല്പര്യമുള്ള ആർക്കും എന്ത് ചെയ്യാം, ഈ സൊസൈറ്റിയിലെ മെമ്പർ ആകാം. അതുപോലെ ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് ആണ്. ഇതിവിടെ ഈ ഒരു സൊസൈറ്റീനെ കൺട്രോൾ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ആ സൊസൈറ്റിയിൽ തന്നെയുള്ള മെമ്പേഴ്സ് ആണ്. അതുപോലെ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ ആണ്. എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റിനേക്കാൾ ഉപരി സർവീസിനാണ് ഇവർ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് പ്രയോറിറ്റി മാത്രമേ പ്രോഫിറ്റിനുള്ളൂ. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം എന്ത് ചെയ്യാറുണ്ട്, അവിടെയുള്ള മെമ്പേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഈക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് അതായത് പ്രോഫിറ്റ് ഉണ്ടാവുമ്പോൾ അത് ഈക്വൽ ആയിട്ടാണ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. നോട്ട് ഓൺ ദ ബേസിസ് ഓഫ് ദ ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ, ഓരോരുത്തരും എത്ര ഷെയർ വാങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നതിനെ ബേസ് ചെയ്തിട്ടല്ല, പകരം അവരുടെ ആ ഒരു വർക്കിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്. നെക്സ്റ്റ് വൺ ഈസ് കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. എല്ലാവർക്കും എന്ത് ചെയ്യുന്നു, കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എത്തിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള പ്രിൻസിപ്പിൾസ് എല്ലാവരിലും എത്തിക്കുക എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്. ദെൻ കോഓപ്പറേഷൻ എമംഗ് കോഓപ്പറേറ്റീവ്സ്. എന്താണ് കോഓപ്പറേഷൻ എമംഗ് കോഓപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി എങ്ങനെയായിരിക്കണം പ്രവർത്തിക്കേണ്ടത്, കോഓപ്പറേറ്റീവ് ആയിട്ടായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. ദേ കോഓപ്പറേറ്റ് വിത്ത് ലോക്കൽ ലെവൽ, നാഷണൽ ലെവൽ ആൻഡ് ഇൻ്റർനാഷണൽ ലെവൽ സൊസൈറ്റീസ്. ലോക്കൽ ലെവലിലുള്ള സൊസൈറ്റി ആയിട്ടും നാഷണൽ ലെവലിലുള്ള സൊസൈറ്റി ആയിട്ടും ഇൻ്റർനാഷണൽ ലെവലിലുള്ള സൊസൈറ്റി ആയിട്ടെല്ലാം വളരെയധികം സഹകരണത്തോടു കൂടി കോഓപ്പറേറ്റീവ് ചെയ്തിട്ടായിരിക്കണം ഒരു സൊസൈറ്റി പ്രവർത്തിക്കേണ്ടത്. ഇത്തരത്തിൽ 6 പ്രിൻസിപ്പിൾസ് ആണ് കാർവേ കമ്മിറ്റിയിൽ അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് 4ാമത്തെ സ്റ്റേജ്, അതായത് ഈ ഒരു പ്രിൻസിപ്പിൾസിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ബൈ ICA ഇൻ 1995 1995 ICA ഫോം ചെയ്തിരിക്കുന്ന പ്രിൻസിപ്പിൾസ് ആണ് 4ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. അതിൽ വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്, അതുപോലെ ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് പറയുന്നത് മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ ആണ്. മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു വ്യക്തിക്ക് ആർക്ക് വേണമെങ്കിലും ഈ ഒരു സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കാമെന്ന് നമ്മൾ പറഞ്ഞു. മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ അതെങ്ങനെയായിരിക്കണം, എക്കണോമിക് പാർട്ടിസിപ്പേഷൻ ആണ്. അതായത് ഒരു കമ്പനിയിൽ ഇത്തരത്തിലുള്ള സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ അവർ ആ സൊസൈറ്റിയുടെ ഷെയർ വാങ്ങിയിരിക്കണം എന്നുള്ളതാണ്.
വളരെ ന്യായമായ അല്ലെങ്കിൽ വളരെ ലിമിറ്റഡ് പ്രൈസിൽ മാത്രമേ ഈ സൊസൈറ്റികളുടെ ഷെയറിനുള്ളൂ. അതുകൊണ്ട് തന്നെ ഏത് ആളുകൾക്കും, എത്ര നിസ്സാരക്കാരായിട്ടുള്ള ആളുകൾക്കും എന്ത് ചെയ്യാം, ഈ സൊസൈറ്റിയിലെ ഷെയറുകൾ വാങ്ങി അവിടുത്തെ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് എന്നുള്ളതാണ്. ഇത്തരത്തിൽ മെമ്പർഷിപ്പ് ഷെയർ വാങ്ങി മെമ്പർഷിപ്പ് എടുക്കുന്ന മെമ്പേഴ്സിന് കമ്പനി ഇത്തരത്തിലുള്ള സൊസൈറ്റി എന്ത് ചെയ്യാറുണ്ട്, ഒരു ചെറിയ എമൗണ്ട് കോമ്പൻസേഷൻ ആയിട്ട് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ യൂഷ്വലി റിസീവ് എ സ്മോൾ എമൗണ്ട് ഓഫ് കോമ്പൻസേഷൻ. ഒരു ചെറിയ എമൗണ്ട് കോമ്പൻസേഷൻ അവർ എന്ത് ചെയ്യാറുണ്ട്, റിസീവ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് പറഞ്ഞത് ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് ആണ്. അതായത് വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഒരിക്കലും ആരെയും, ഒരു സ്പെഷ്യൽ റിലീജിയസിനെയോ അല്ലെങ്കിൽ റിലീജിയനെയോ പൊളിറ്റിക്കൽ പാർട്ടീസിനെയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ വളരെ ഫ്രീ ആയി ആണ് ഈ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അത് കൺട്രോൾ ചെയ്യുന്നത് അവിടെയുള്ള മെമ്പേഴ്സ് തന്നെയാണ്. വളരെ ചെറിയ രീതിയിലുള്ള ഒരു കൺട്രോളിങ് പവർ മാത്രമേ ഈ ഒരു സ്ഥാപനത്തിൻ്റെ മുകളിൽ ആർക്ക് പോലും വരുന്നുള്ളൂ, ഗവൺമെൻറ്റിന് പോലും വരുന്നുള്ളൂ എന്നുള്ളതാണ്. ദ നെക്സ്റ്റ് വൺ ഈസ് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കോഓപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്, എല്ലാ ലെവലിലുള്ള സൊസൈറ്റിയുമായിട്ടും കോപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കണം നമ്മൾ പഠിച്ചു. ദ ലാസ്റ്റ് വൺ ഈസ് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. ദിസ് ഈസ് എ ലേറ്റസ്റ്റ് പ്രിൻസിപ്പിൾ, വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ഫോം ചെയ്തിരിക്കുന്ന ഒരു പ്രിൻസിപ്പിളാണ് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അതായത് ഈ ഒരു സൊസൈറ്റി പ്രവർത്തിക്കുന്നത് അവിടുത്തെ മെമ്പേഴ്സിൻ്റെ ബെനിഫിറ്റിന് വേണ്ടി മാത്രമല്ല, അതോടൊപ്പം തന്നെ ദേ കൺസിഡർ ദ കമ്മ്യൂണിറ്റി. അവർ കമ്മ്യൂണിറ്റിയെ കൂടി അല്ലെങ്കിൽ പബ്ലിക്കിനെ കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് അവരുടെ ബെനിഫിറ്റിനു കൂടി വേണ്ടിയിട്ടായിരിക്കണം ഒരു സ്ഥാപനം, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ഏതൊക്കെ രീതിയിൽ അവർക്ക് കമ്മ്യൂണിറ്റിയെ കൺസിഡർ ചെയ്യാൻ പറ്റും? പ്രൊവൈഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, പലതരത്തിലുള്ള ധാരാളം തൊഴിലവസരങ്ങൾ പബ്ലിക്കിലേക്ക് കൊടുക്കാം. പ്രൊവൈഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ്, ക്വാളിറ്റിയുള്ള പ്യുവർ ആയിട്ടുള്ള അൺഅഡൾട്ടേഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ റീസണബിൾ പ്രൈസിൽ എത്തിച്ചു കൊടുക്കാം അല്ലേ. അതുപോലെ തന്നെ പ്രൊവൈഡ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ്. ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള സർവീസസിലൂടെ കമ്മ്യൂണിറ്റിയുടെ ബെനിഫിറ്റിന് കൂടി വേണ്ടിയിട്ടായിരിക്കണം, അല്ലെങ്കിൽ അവരെ കൂടി കൺസിഡർ ചെയ്തിട്ടായിരിക്കണം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. 4 തരത്തിലുള്ള അല്ലെങ്കിൽ 4 സ്റ്റേജിലുള്ള പ്രിൻസിപ്പിൾസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അതിൽ ഒന്നാമത്തേത് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് ആയിരുന്നു. സെക്കൻഡ് വൺ ഈസ് ICA പ്രിൻസിപ്പിൾസ്, ICA പ്രിൻസിപ്പിൾ. തേർഡ് കാർവേ കമ്മിറ്റി പ്രിൻസിപ്പിൾസ്. ഫോർത്ത് വൺ അഗെയിൻ ICA in 1995 പ്രിൻസിപ്പിൾസ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ. ഓക്കെ, താങ്ക് യു.